ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ 3-ാം മണിക്കൂറിലേക്ക് പോലീസ് ആസ്ഥാനത്താണ് SIT സംഘം ചോദ്യം ചെയ്യുന്നത്. നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഹാജരാകാൻ പത്മകുമാർ സമയം നീട്ടി ചോദിക്കുകയായിരുന്നു. പോലീസ് ആസ്ഥാനത്ത് നിന്നും ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഇതിപ്പോൾ 3-ാം മണിക്കൂർ പിന്നിട്ടു പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ. പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഏതെങ്കിലും തരത്തിൽ SIT സംഘത്തിൽ നിന്നും വല്ലതും ലഭിക്കുന്നുണ്ടോ? മറ്റു വിശദാംശങ്ങൾ. അജി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് SP മാരായിട്ടുള്ള ശശിധരനും അതുപോലെ തന്നെ ബിജോയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ADGPയും ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP H വെങ്കടേഷ് ഇപ്പോൾ ഓൺലൈനിലൂടെ ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും അധികം ആരോപണങ്ങൾ ഉയർന്നു കേട്ട ഒരു പേരെന്ന് പറയുന്നത് എ പത്മകുമാറിൻ്റെതാണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ അതിനിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ എന്തും സംഭവിക്കാം എന്നുള്ളൊരു സാഹചര്യം കൂടി ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടി വരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘം പ്രത്യേകിച്ച് SIT കടന്നിട്ടുള്ള എല്ലാ തലത്തിലുമുള്ള അന്വേഷണം ഏറ്റവും ഒടുവിൽ അത് പത്മകുമാറിലേക്ക് എത്തി നിൽക്കുന്നു. പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ് അടക്കം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ വിധേയമാക്കിയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചുകൊണ്ട് SIT സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചോദ്യം ചെയ്യൽ. പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ 3-ാം മണിക്കൂറിലേക്ക് പിന്നിട്ടിട്ടുണ്ട്. ഈ 3 മണിക്കൂർ 1-2 മണിക്കൂറില്ല, അത് 6-7 മണിക്കൂറിലേക്ക് വേണമെങ്കിൽ വരെ പോകാം. ഒരുപക്ഷെ ചോദ്യം ചെയ്യലിനൊടുവിൽ പത്മകുമാറിന്റെ അറസ്റ്റിലേക്കടക്കം പോകാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ ഈ ഒരു സമയത്ത് കാണേണ്ടി വരും. ഒരുപക്ഷെ ഇന്ന് പൂർണ്ണമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ പത്മകുമാറിന്റെ അറസ്റ്റ് SITക്ക് രേഖപ്പെടുത്താം. അതല്ല എങ്കിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പത്മകുമാറിനെ മടക്കി അയക്കുന്നു, പിന്നീട് മറ്റൊരു ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് പത്മകുമാറിനെ മടക്കി അയക്കാം. അങ്ങനെ 2 സാധ്യതകളാണ് ഇതിനകത്ത് മുമ്പിലുള്ളത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് പത്മകുമാർ ചോദ്യം ചെയ്യലിനൊടുവിൽ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കൽപ്പിക്കപ്പെടുന്നത്. കാരണം N വാസു, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ദേവസ്വം ബോർഡ് കമ്മീഷണറുമായിരുന്ന N വാസു ഏത് സാഹചര്യത്തിലാണോ SITക്ക് മുമ്പാകെ ചോദ്യം ചെയ്യേണ്ടി വരികയും ആ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ പിന്നിടുകയും പിന്നീട് അത് അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തത്, ആ ഒരു സാഹചര്യം ഇവിടെ പത്മകുമാറിന് മുമ്പിലുണ്ട്. അപ്പോൾ അതുകൂടി കൽപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലിനൊടുവിൽ ഒരുപക്ഷെ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാം. അങ്ങനെയല്ല എങ്കിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇന്ന് മടക്കിയ ഇന്ന് പറഞ്ഞു വിടുന്നു, പിന്നീട് ഒരു ദിവസം ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും വിളിപ്പിച്ചേക്കാം. അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഇതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത്. അപ്പോൾ അത് അസന്നിഗ്ധമായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ റോൾ എന്താണ്? പത്മകുമാർ അറിഞ്ഞിട്ടാണോ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പത്തിൽ നിന്നും മറ്റ് സ്വർണ്ണപ്പാളിയിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഈ കട്ടിളപ്പാളിയിൽ നിന്നുണ്ടായിരുന്ന സ്വർണ്ണം ഇളക്കിക്കൊണ്ട് പോയി പിന്നീട് ചെമ്പാന്ന് രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഇത് ഈ സ്വർണ്ണപ്പാളിയും മറ്റ് ദ്വാരപാലക ശില്പവും ഒക്കെ അവിടുന്ന് എവിടേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഈ പറയുന്ന പത്മകുമാറിന്റെ അറിവോടുകൂടിയാണോ? മുരാരി ബാബുവും അതുപോലെ തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുമൊക്കെ ഈ പറയുന്ന ഡീലിംഗ്സിൽ പത്മകുമാറിന്റെ പങ്ക് എന്തായിരുന്നു? അപ്പോൾ ഇവരെല്ലാം ഈ പറയുന്ന മുരാരി ബാബു ആയാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും മറ്റ് ജയശ്രീ ആയാലും പറയുന്ന ആളുകളൊക്കെ പറയുന്നൊരു പേര് എന്ന് പറയുന്നത് ഈ പറയുന്ന പത്മകുമാറിൻ്റെതാണ്. അപ്പോൾ പത്മകുമാറിന്റെ പേര് ഇത്തരത്തിൽ ഉയർന്നു കേൾക്കുമ്പോൾ പത്മകുമാറിന്റെ പങ്ക് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഈ ചോദ്യം ചെയ്യലിലൂടെ SIT കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാത്രവുമല്ല, പത്മകുമാർ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് SITക്ക് മുമ്പാകെ നിന്ന് കുറേ തവണ ഒഴിഞ്ഞു മാറിയതാണ്. ആദ്യഘട്ടത്തിൽ പരിശോധിക്കേണ്ടത് കഴിഞ്ഞ 1.5 ആഴ്ചക്കിടെ ഏതാണ്ട് ഒരു 15 ദിവസത്തെ ഒരു സമയം പരിശോധിച്ചു കഴിഞ്ഞാൽ 2 തവണയാണ് SIT പത്മകുമാറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയച്ചത്. 2 തവണയും നോട്ടീസ് അയച്ചപ്പോൾ പത്മകുമാർ പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടി പോലീസ് ആസ്ഥാനത്ത് വന്ന പത്മകുമാർ ഇപ്പോഴും SITയുടെ ചോദ്യമുനയിലിരിക്കുകയാണ്. SIT ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പത്മകുമാർ കൃത്യമായിട്ടല്ല മൊഴി നൽകുന്നതെങ്കിൽ പത്മകുമാർ SIT വിരിച്ച പത്മവ്യൂഹത്തിൽ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പത്മകുമാറിന്റെ പങ്ക് എന്താണ്? പത്മകുമാർ ഇതിനകത്ത് ഏതൊക്കെ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്? അതൊക്കെ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യലിലൂടെ ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞേക്കും. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ പങ്കുവെക്കുന്നില്ല. ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിലവിലൊന്നും പുറത്തുവിടുന്നില്ല. നിലവിൽ N വാസു, അതുപോലെ തന്നെ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റു പല ആളുകൾ അവരിലേക്കൊക്കെ ചെന്നെത്തിയതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ SITക്ക് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. പത്മകുമാറിന്റെ പങ്കും
ഈ ചോദ്യം ചെയ്യലൂടെ കൃത്യമായിട്ട് പുറത്തു വരികയും ചെയ്യും. അജി, ഒപ്പം തന്നെ വാസു ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടല്ലോ, CID സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. അപ്പോൾ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കം SIT സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ സിജോ? അജി, അത്തരമൊരു സാധ്യതകൾ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന എൻ വാസുവിനെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി 4 മണിവരെ വാസുവിനെ പോലീസ് ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ കസ്റ്റഡിയിലേക്ക് വിടുന്നു. 4 മണിവരെയാണ് സമയം. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ടാൽ മറ്റ് ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന സമയം കൊണ്ട് യാത്രാ സമയം കളയാനായിട്ട് SITക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിലവിൽ കൊല്ലത്ത് വെച്ച് തന്നെ, കൊല്ലത്തുള്ള പോലീസ് ക്ലബ്ബിൽ വെച്ച് തന്നെയാണ് എൻ വാസുവിന്റെ ചോദ്യം ചെയ്യൽ അവിടെയും നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കസ്റ്റഡിയിൽ കിട്ടുന്ന ഒരു സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് വാസുവിനെ തിരുവനന്തപുരത്തേക്ക് നിലവിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ വാസുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് പത്മകുമാറുമായിട്ട് ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ കടക്കില്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ എൻ വാസുവിൽ നിന്ന് ലഭിക്കാനുള്ള കുറച്ചുകൂടി വിവരങ്ങൾ വളരെ ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് കോടതി 4 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അപ്പോൾ 4 മണിക്കൂർ സമയമാണ്. ഈ 4 മണിക്ക് ഏതാണ്ട് 3:30 കൂടി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 4 മണിക്ക് തന്നെ കോടതിയിൽ വാസുവിനെ SIT ഹാജരാക്കുകയും ചെയ്യും. നിലവിൽ എന്തായാലും വാസുവിനെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയില്ല. അത് ഇന്നുണ്ടാകില്ല എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയുകയും ചെയ്യാം. പക്ഷേ ഇതിനകത്ത് പത്മകുമാറിനെ കുറുക്കാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൊഴി എൻ വാസുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചാൽ അത് വലിയ തരത്തിൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക്, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉറപ്പാണ്. കാരണം BJPയും UDFും ഒന്നരംഗം പറയുന്ന കാര്യമുണ്ട്, പത്മകുമാർ അറിയാതെ ഇതൊന്നും നടക്കില്ല. അതായത് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള, 2019 നടന്നിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ ദേവസ്വം ബോർഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു പക്ഷേ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലൊടുവിൽ ആ ടീമാണ് ഈ കൊള്ള മുഴുവൻ നടത്തിയതെന്നുള്ള കാര്യത്തിലേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫൈൻഡിങ്സിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കൽപ്പിക്കപ്പെടുന്നത്. ഒരു പക്ഷേ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ അന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്നു എൻ വാസു. അന്നത്തെ അവിടുത്തെ അവതാരങ്ങളാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു. അപ്പോൾ ഭരണകേന്ദ്രത്തിലിരുന്ന ആളുകൾ ആരൊക്കെയാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത്തരമൊരു സ്വർണ്ണക്കൊള്ളയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്വേഷണ സംഘത്തിന് മുമ്പാകെ വന്നിരുന്ന ഒരു ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള സ്വർണ്ണക്കൊള്ള ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അവരെല്ലാം SITയുടെ റഡാറിൽ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഓരോന്നായിട്ട് SIT ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടും ചോദ്യം ചെയ്തുമൊക്കെ വരികയായിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന് നമുക്ക് ഇപ്പോൾ പറയാവുന്ന ഒരാൾ പത്മകുമാറാണ്. പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്.